എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം അധ്യായം 56 ശ്ലോകം 38, 39, 40, 41, 42, 43, 44, 45 8 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഈ 8 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 56-ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 38. സത്രാജിതം സമാഹൂയ സഭായാം രാജസന്നിധൗ പ്രാപ്തിം ചാഖ്യായ ഭഗവാൻ മണിം തസ്മൈ നിവേദയത്. ഉടനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉഗ്രസേന മഹാരാജാവിന്റെ സഭയിൽ അങ്ങോട്ട് ചെന്നു. എന്നിട്ട് സത്രാജിത്തിനെ ആദരപൂർവ്വം വിളിച്ചു വരുത്തി. സത്രാജിത്തിനോട് ഇങ്ങോട്ട് വരാൻ പറയൂ എന്ന് പറഞ്ഞു. ഭൃത്യന്മാരെ അയച്ചു. സത്രാജിത്ത് വന്നു. ആദരപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി. അങ്ങനെ ആ രത്നം എങ്ങനെയാണ് സിദ്ധിച്ചതെന്ന് പറഞ്ഞൊക്കെ ധരിപ്പിച്ച് ആ മണി, ആ ശമന്തരത്നം, ഇത് അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സത്രാജിത്തിന് കൊടുത്തു. അങ്ങോട്ട് കണ്ടില്ലേ, ലജ്ജിച്ചു പോയി സത്രാജിത്ത്. ഭയങ്കര വിഷമായി. എന്തൊക്കെയാ ഞാൻ ഈ ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റി പറഞ്ഞത് അല്ലെ. സജാതിവ്രീഡിതോ രത്നം ഗൃഹീത്വാ അവാങ്മുഖസ്തദാ അനുതപ്യമാനോ ഭവനം അഗമൽ സ്വേന പാപ്മനാ. ഉണ്ടായ സംഭവം മുഴുവൻ കേട്ടപ്പോ സത്രാജിത്തിന് വളരെ ലജ്ജയുണ്ടായി. എല്ലാവരുടെ മുമ്പിലും വെച്ചിട്ടല്ലേ, ആ സഭയിൽ വെച്ചിട്ട് തന്നെ ഭഗവാൻ അത് പറഞ്ഞത്. അല്ലെങ്കിൽ എല്ലാവരും തെറ്റിദ്ധരിക്കില്ലേ ഭഗവാന്. ഇതൊക്കെ അങ്ങോട്ട് കേട്ടപ്പോ തല താത്തി നിന്ന് ലജ്ജ കൊണ്ട് അങ്ങോട്ട് മുഖം ഉയർത്താൻ പറ്റിയില്ല സത്രാജിത്തിന്. രത്നം വാങ്ങി അന്യായമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ അപരാധം പറഞ്ഞ് തെറ്റ് ആലോചിച്ച് വളരെ പരിതപിച്ചുകൊണ്ട് ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോയി. സോ അനുധ്യായം തദേവാഖം ബലവത് വിഗ്രഹാകുല കഥം ഋജ്യാത്മജരജ പ്രസീദേൽവാ അച്യുത കഥം. ബലവാനായ ശ്രീ ഭഗവാനോട് വൃഥാ വൈരം സമ്പാദിച്ചത് കൊണ്ട് മനസ്സമാധാനമില്ലാതെയായി. ഞാനിങ്ങനെ ആവശ്യമില്ലാതെ ചിന്തിക്കാതെ പറഞ്ഞുല്ലോ എന്നൊക്കെ വിചാരിച്ച് വളരെ ദുഃഖിച്ചുകൊണ്ട് ഒരു സമാധാനമില്ല സത്രാജിത്തിന്. തന്റെ അപരാധം തന്നെ ഇങ്ങനെ എപ്പോഴും അത് തന്നെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരുന്നു. താൻ ചെയ്ത അപരാധം തീർത്ത് കൃഷ്ണനെ, ഭഗവാനെ എങ്ങനെ സന്തോഷിപ്പിക്കാം, എന്താണ് അതിനൊരു മാർഗം എന്നിങ്ങനെ ആലോചിച്ച് എപ്പോഴും അത് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നു. കിം കൃത്വാ സാധു മഹ്യം സ്യാത് ന ശവേദ്വാ ജനോ യഥാ അദീർഘദർശനം ക്ഷുദ്രം മൂഢം ദ്രവിണലോലും. ആ മനസ്സമാധാനമില്ലാതെ എന്താണ് ഇനി ചെയ്യേണ്ടത്, എന്ത് ചെയ്താലാണ് ഇനി എനിക്ക് നന്മ വരിക, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളതിന് അത് ആലോചിച്ച് പെട്ടെന്ന് വെച്ച് എന്തായാലും ഒരു ബുദ്ധിയും തെളിയണമില്ല. അപ്പൊ അതിലേറെ വിഷമം. കുറെ ആലോചിച്ച് എല്ലാ ദിവസവും ഇങ്ങനെ ഇതിനെ പറ്റി തന്നെ ചിന്തിക്കുകയാണ്. ബുദ്ധി തെളിഞ്ഞു വരണില്ല. പിന്നെ വിചാരിക്കുകയാണ്, ആ ധനത്തിലുള്ള അത്യാശ നിമിത്തവും നീചകർമ്മ അനുഷ്ഠിച്ച് ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ, ഭഗവാനെ പറ്റിയിട്ട് അപരാധം പറഞ്ഞില്ലേ, ജനങ്ങൾ എന്നെ ശപിക്കാൻ തുടങ്ങും. അവരുടെ ശാപത്തിൽ നിന്ന് ഞാൻ ഇനി എങ്ങനെ മുക്തനാവുക, എന്താണ് ഇങ്ങനെ ചെയ്യേണ്ടത് എന്നങ്ങനെ നിരന്തരമായിട്ട് അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാകുമ്പോൾ ഒരു ഉപായം മനസ്സിൽ തോന്നുകയാണ്. ദാസ്യേ ദുഹിതരം തസ്മൈ സ്ത്രീരത്നം രത്നമേവ ച ഉപായോയം സവീചീന തസ്യ ശാന്തിർ ന ചാന്യഥാ. അപ്പൊ ഭഗവാൻ എന്താ ചെയ്തതെന്ന് ഇങ്ങനെ ആലോചിച്ചു. തന്റെ പുത്രിയും രത്നത്തെയും കൂടി കൊടുത്തില്ലേ, അതുപോലെ ചെയ്ത ശ്രീകൃഷ്ണ ഭഗവാൻ സന്തോഷിക്കുന്നത്. അല്ലാണ്ട് ഇതിനൊരു പോംവഴി ഇല്ല എന്ന് വിചാരിച്ചിട്ട് എന്റെ പുത്രിയെയും ആ സമന്തക രത്നത്തെയും ഞാൻ കൃഷ്ണന് കാഴ്ചയായിട്ട് ഞാൻ സമർപ്പിക്കും. ഇത് തന്നെയാണ് നല്ല വഴി. മറ്റൊന്നുകൊണ്ടും എന്റെ മനസ്സിന് ശാന്തി വരില്ല. ഭഗവാൻ എന്നോട് ഭഗവാനും ഇപ്പൊ വിരോധം ഉണ്ടെന്നുള്ളത് ഭഗവാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ജനങ്ങൾക്ക് എന്നോട് വിരോധം ഉണ്ടാവും. അതെല്ലാം മാറ്റാം. ഇത് തന്നെയാണ് വഴി എന്ന് മനസ്സിലാണ്ട് ഉറപ്പിച്ചു. ഏവം വ്യവസിതോ ബുദ്ധ്യാ സത്രാജിൽ സ്വസുതാം ശുഭാം മണിം ച സ്വയമുദ്യമ്യ
കൃഷ്ണായോപജഹാരഃ. ഇങ്ങനെ ആലോചിച്ച് നിശ്ചയിച്ച സത്രാജിത്ത് സർവകല്യാണ ഗുണശാലിനിയായ തന്റെ മകളെയും ആ ശമന്തകമണിയും താൻ തന്നെ ശ്രീകൃഷ്ണ സമയത്തിൽ വന്ന് അദ്ദേഹത്തിനായിക്കൊണ്ട് സമർപ്പണം ചെയ്തു. സ്വീകരിക്കണം, എന്റെ മകളെയും ഈ രത്നത്തെയും സ്വീകരിച്ച് സന്തോഷിക്കണം, എന്റെ തെറ്റു പൊറുക്കണം എന്നൊക്കെ ഭഗവാനോട് പറഞ്ഞു. താം സത്യഭാമാം ഭഗവാൻ ഉപയേമേ യഥാവിധി ബഹുഭിർയാചിതാം ശീലരൂപ ഔദാര്യ ഗുണാന്വിതാം. അതിസുന്ദരിയാണ് ഈ സത്യഭാമ. അപ്പൊ അനേകം രാജാക്കന്മാര് അങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കുക സത്യഭാമയെ വിവാഹം ചെയ്യാൻ. അങ്ങനെ അനേകം രാജാക്കന്മാരെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവളും സൗശീല്യം, സൗഭാഗ്യം, ഔദാര്യം മുതലായ ശ്രേഷ്ഠ ഗുണങ്ങളാൽ അലങ്കൃതയുമായ ആ സത്യഭാമയെ ഭഗവാൻ വിധിപ്രകാരം വിവാഹം ചെയ്തു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഭഗവാനാഹ നമണിം പ്രതീച്ഛാമോ വയം നൃപ തവാസ്താം ദേവഭക്തസ്യ വയം ച ഫലഭാഗിന. ശ്രീശുബ്രഹ്മർഷി പറയണ, ഹേ രാജാവേ, സത്യഭാമയെ ഭഗവാൻ സ്വീകരിച്ചു. എന്നിട്ട് സത്രാജിത്തിനോട് പറഞ്ഞു, സൂര്യഭക്തനായ അങ്ങയ്ക്ക് തന്നെ ഈ രത്നം ഇരിക്കട്ടെ, ഇത് ഞാൻ സ്വീകരിക്കണില്ല. അങ്ങയുടെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടുള്ള ഫലം ഞങ്ങൾക്കും അനുഭവിക്കാലോ. ഈ രാജ്യത്തിന് തന്നെ ഗുണമാണ്. അങ്ങയുടെ ഗൃഹത്തിലിരുന്നാലും രാജ്യത്തിന് അതിന്റെ ഗുണം കിട്ടും. അതുകൊണ്ട് അങ്ങയ്ക്കും പുത്രനില്ലാത്തത് കൊണ്ട് ഇത് പുത്രിക്ക് തന്നെ ചേരൂലോ. അതാണ് ഭഗവാന്റെ വിചാരം. ഒരു ഒറ്റ മകളാണ്. അപ്പൊ അത് സത്രാജിത്തിന്റെ കാലശേഷം ആർക്കാ? ഈ പുത്രിക്ക് തന്നെയാണ്. അപ്പൊ അത് ഇവിടെ തന്നെ വന്ന് ചേരും. ഇപ്പൊ ഞാനത് സ്വീകരിക്കണില്ല എന്ന് പറഞ്ഞു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ സ്യമന്തകോപാഖ്യാനം നാമ ഷട്പഞ്ചാശത്തമോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 56-ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളില് സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.